കാട്ടുതീ ഭീഷണി നേരിടുന്ന വയനാട്ടിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി വനം വകുപ്പ്. വയനാടിനോട് അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ബന്ദിപ്പൂർ വനത്തിൽ കഴിഞ്ഞ ദിവസം കാട്ടുതീ ഉണ്ടായ സാഹചര്യത്തിലാണ് പ്രതിരോധ നടപടികളുമായി വനം വകുപ്പ് മുന്നോട്ട് വന്നത്. ഇത്തവണ വേനൽ ശക്തമായതോടെ കാട്ടുതീ ഭീഷണിയിലാണ് വയനാടൻ കാടുകൾ. വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയായാണ് കഴിഞ്ഞ ദിവസം കാട്ടുതീ ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് കാട്ടുതീ വ്യാപിക്കുന്നത് തടയാൻ വനം വകുപ്പ് മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. വനത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഫയർലൈൻ സ്ഥാപിക്കുകയാണ് വനം വകുപ്പ്. വരണ്ടുണങ്ങിയ വനം കത്തിച്ചാമ്പലാകാൻ ചെറിയ തീപ്പൊരി മാത്രം മതിയായ സാഹചര്യത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്ന് വനം വകുപ്പ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഈ കർണാടകത്തിലെ ബന്ദിപ്പൂർ ഭാഗങ്ങളിലെ മുതുമല ഭാഗത്ത് എല്ലാം വൻതോതിൽ കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറൊക്കെ മൃഗങ്ങളെല്ലാം ഇനി ആ ബന്ദിപ്പൂർ മുതുമല ഭാഗത്തു നിന്നുള്ളതൊക്കെ അല്ല ഇനി എത്തുന്നത് ഈ വയനാട് ജില്ലയിലെ വൈൽഡ് ലൈഫ് ഡിവിഷനിലും സൗത്ത് വയനാട്ടിലേക്കും ഒക്കെ ആയിരിക്കും എത്തുന്നത്, നോർത്ത് വയനാട് ഡിവിഷൻ്റെ കുറേ ഭാഗങ്ങളിലേക്ക്. അപ്പോൾ രാത്രി സമയത്തുള്ള അസമയങ്ങളിലുള്ള യാത്രകളെല്ലാം ജനങ്ങൾ കുറയ്ക്കണം. അതുപോലെ കാട്ടുതീ അതിനെ പറ്റിയിട്ട് എല്ലാവരും ബോധവാന്മാരാവണം. ബാണാസുരമലയിലും ചെമ്പ്രമലയിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ കാട്ടുതീയിൽ ഹെക്ടർ കണക്കിന് വനം കത്തി നശിച്ചിരുന്നു. കാട്ടുതീ നേരിടാനും തടയാനുമായി 160 വനപാലകരെ മുൻകരുതലായി വനം വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. കാട്ടുതീ ഭീഷണി നേരിടുന്നതിനാൽ വയനാട് വന്യജീവി സങ്കേതം മാർച്ച് 31 വരെ അടച്ചിടാനും വനം വകുപ്പ് തീരുമാനിച്ചിരുന്നു. വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വേനൽ ശക്തമാകുന്നതിനാൽ കാട്ടുതീ തടയാനുള്ള നടപടികൾ ഊർജിതമാക്കാനാണ് വനം വകുപ്പ് തീരുമാനം. റിപ്പോർട്ടർ, വയനാട്.